ഹലോ. അപ്പോൾ നമ്മൾ ഇന്ന് ഇവിടെ ഒരു വിൻഡോസ് ആപ്ലിക്കേഷൻ ഉണ്ടാക്കാൻ പോകാം. നമുക്ക് നോക്കാം വിൻഡോസ് ആപ്ലിക്കേഷൻ വിസ്റ്റർ സ്റ്റുഡിയോ വെച്ചിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ ആവശ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനിപ്പം ഒരു പ്രൊജക്റ്റ് നമ്മൾ ചെയ്തിട്ടുണ്ട്, ESP32 വെച്ചിട്ടൊരു പ്രൊജക്റ്റ്. അപ്പോൾ ആ പ്രൊജക്റ്റ് എന്താണെന്നുള്ളത് നമ്മളൊരു അടുത്തൊരു വീഡിയോയിൽ ആ പ്രൊജക്റ്റിൻ്റെ അൺബോക്സിങ്ങും അതിൻ്റെ ഒരു വർക്കിംഗ് വീഡിയോയും എല്ലാം കൂടെ ചെയ്യാമെന്ന് ഉദ്ദേശിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ അതെന്താണെന്ന് അന്നേരം പറയാം. അപ്പം നമ്മുടെ ആവശ്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് 1 ക്ലിക്കിൽ ESP32 വിത്ത് അതിൻ്റെ സെറ്റിങ്സ്, ഫ്ലാഷ് എൻക്രിപ്ഷൻ, അതുപോലെ തന്നെ എൻ്റെ അങ്ങനെയുള്ള കാര്യങ്ങൾ, ഫ്രെയിംവെയർ എൻക്രിപ്ഷൻ എല്ലാം കൂടെ നടന്നിട്ട് നമുക്കൊരു പുതിയ ഫ്രഷ് ESP32 നമുക്ക് ഓട്ടോ ഫ്ലാഷ് ചെയ്യണം. 1 ക്ലിക്ക് ഫ്ലാഷ് ചെയ്യണം. എന്നിട്ട് നമ്മളറിയാം ESP32ൻ്റെ IDF വെച്ച് നമ്മൾ ചെയ്യുമ്പോഴത്തേക്ക് കമാൻഡ് ലൈൻസ് ഉപയോഗിക്കണം. അപ്പോൾ അത് നമുക്ക് കുറച്ച് ടൈം എടുക്കും ഓരോ കമാൻഡും എക്സിക്യൂട്ട് ചെയ്ത്. അപ്പോൾ നമുക്കിതൊരു ആപ്പ് ഡെവലപ്പ് ചെയ്യണം. അപ്പോൾ അതിന് നമ്മൾ ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ ഫ്രെയിംവെയറും അതിനകത്ത് ഫോൾഡറിൽ ഇട്ട് സെറ്റാക്കി കഴിഞ്ഞാൽ നമുക്ക് 1 ക്ലിക്കിൽ നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ ഫ്രെയിംവെയർ നമ്മുടെ പുതിയ ESPയിലോട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഫ്ലാഷ് ചെയ്ത് സെറ്റ് ചെയ്യാൻ പറ്റും. ഒരു എന്താ പറയുക, ESP32 ഫ്ലാഷിംഗ് ടൂള് അതാണ് നമ്മളിപ്പോൾ ചെയ്യാൻ പോകുന്നത്. അപ്പം അതിന് നമുക്ക് ഫസ്റ്റ് വിഷ്വൽ സ്റ്റുഡിയോ നമുക്ക് വേണം. നമ്മളിപ്പോൾ ഏറ്റവും വിഷ്വൽ സ്റ്റുഡിയോ 2026 ലേറ്റസ്റ്റ് വെർഷനാണ് യൂസ് ചെയ്യുന്നത്. വിത്തൗട്ട് കോഡിൽ കാരണം നമുക്ക് ഓൾറെഡി നമുക്ക് പ്രൊജക്റ്റ് ക്രിയേറ്റ് ചെയ്യണം. അപ്പോൾ നമുക്ക് കുറേ പ്രോജക്റ്റ് കിട്ടും. അവിടെ നിന്ന് വേണമെങ്കിലും പ്രോജക്റ്റ് ക്രിയേറ്റ് ചെയ്യാം. നമ്മൾ കോഡിനകത്ത് വന്നിട്ട് പ്രോജക്റ്റ് ക്രിയേറ്റ് ചെയ്യണം. അപ്പോൾ നമുക്ക് വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ WPF ആപ്പാണ് വേണ്ടത്. അതായത് നമ്മൾ യൂസ് ചെയ്യണത് ഫോം ആപ്പ് യൂസ് ചെയ്താലുള്ള പ്രശ്നം നമുക്ക് ഗ്രാഫിക്സ് കാര്യങ്ങളൊന്നും കിട്ടില്ല. നമുക്ക് അത്യാവശ്യം ആപ്പിന് ലുക്ക് വേണം, അതിന് ഗ്രാഫിക്സും കാര്യങ്ങളൊക്കെ വേണം. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഒരു ന്യൂ പ്രോജക്റ്റിനകത്ത് നമുക്കൊരു WPF ആപ്പ് .NET ഫ്രെയിംവർക്കിൻ്റെ C# നമുക്ക് ചെയ്യണം. അതായത് C# ചെയ്യുന്നതിൻ്റെ ഓക്കെ. അപ്പോൾ അതിനകത്ത് നമുക്ക് കൺസോൾ ആപ്പ് അല്ല നമുക്ക് വേണ്ടുന്നത്. ഇതിൽ നമുക്ക് WP ആപ്പ് .NET ഫ്രെയിം. അപ്പോൾ അതിൽ C# ആണ് നമ്മൾ സെലക്ട് ചെയ്യണത്. കാരണം നമ്മൾ ഗ്രാഫിക്സ് ഒക്കെ യൂസ് ചെയ്യുന്നത് C# ആയിരിക്കും കൂടുതൽ ബെറ്ററായിട്ട്. അപ്പോൾ നമ്മൾ C# സെലക്ട് ചെയ്തു, നെക്സ്റ്റ് കൊടുത്തു. ആപ്പ് 2 എന്നുള്ളത് കിടക്കട്ടെ, നമുക്ക് അതിനകത്ത് ചേഞ്ച് ചെയ്യുന്നില്ല. നമ്മൾ ക്രിയേറ്റ് കൊടുത്തു. അപ്പോൾ നമുക്കിപ്പോൾ ഒരു ടെംപ്ലേറ്റ് കിട്ടി. അതാണ് നമ്മുടെ വിൻഡോ. അപ്പോൾ നമ്മളിത് ഇതിനകത്ത് ഇവിടെ മാനുവലായിട്ട് നമ്മളൊന്നും ചെയ്യുന്നില്ല. നമ്മളതിനകത്ത് പവർ ത്രൂ ആണ് ചെയ്യുന്നത്. അതിനകത്ത് നമുക്കിവിടെ മെയിൻ വിൻഡോ .xaml.cs എന്ന് പറഞ്ഞൊരു ഫയലുണ്ട്, മെയിൻ വിൻഡോ വ്യൂ. പിന്നെ അതുപോലെ തന്നെ ഇവിടെ മെയിൻ വിൻഡോ XLM, XAML എന്ന് പറയുന്ന ഫയലിനകത്താണ് ഈ പറയുന്ന 2-3 ഫയലും വരുന്നത്. അപ്പോൾ ഇത് നമുക്കിതിനകത്ത് വേണം. അതുപോലെ app.xaml.c.cs എന്ന് പറഞ്ഞിട്ടൊരു ഫയലുണ്ട്. അപ്പോൾ ഈ ഫയൽ നമുക്ക് എന്ത് ചെയ്യണം, ഇപ്പോൾ ഡിഫാൾട്ടായിട്ട് അതിനകത്ത് പല കാര്യങ്ങൾ വന്നിട്ടുണ്ട്, ടെംപ്ലേറ്റ് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിതിനകത്ത് കാര്യങ്ങൾ ആഡ് ചെയ്യേണ്ടി വരും. ഇതാണ് നമ്മുടെ ഇതിപ്പോൾ സിസ്റ്റം ജനറേറ്റഡ് ആയിട്ടുള്ള ഇതാണ്. അപ്പോൾ നമുക്കിതിനകത്തോട്ട് നമ്മുടെ കോഡ് എന്ത് ചെയ്യണം, ഇംപ്ലിമെൻറ്റ് ചെയ്യണം. അപ്പോൾ ഞാനത് കോഡ് ആഡ് ചെയ്യാം. അപ്പോൾ ഇതാണ് നമ്മുടെ കോഡ് റെഡി ആയിട്ടുണ്ട്. നമ്മുടെ കമാൻഡുകൾ നമ്മളിവിടെ ആഡ് ചെയ്തിട്ടുണ്ട്. ഇതാണ് നമുക്ക് ഓരോന്നിനും ടിക്ക് ബോക്സ് വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യണം. ഇതിപ്പം എല്ലാ ടൈമിലും നമുക്ക് എന്താ വേണ്ട, ഫ്ലാഷ് ഫയൽ റീക്കമ്പില്ല. ഫസ്റ്റ് നമ്മൾ എന്ത് ചെയ്യും, ക്രിയേറ്റ് ചെയ്യുമ്പോൾ, അതായത് ഫ്ലാഷ് ക്രിയേറ്റ് ചെയ്യുന്ന ടൈമിൽ നമുക്ക് ഇത് ചെയ്താൽ മതി. അതായത്
കഴിവുകൾ നമ്മൾ കോഡ് കമ്പയർ ചെയ്യുന്ന ടൈമിൽ നമുക്ക് ഈ ഒരു ഇത് മതി. ഒരു പ്രാവശ്യം കമ്പയർ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഈ എൻക്രിപ്ഷൻ്റെ ആവശ്യമില്ല. കാരണം ഓൾറെഡി എൻക്രിപ്റ്റ് ചെയ്ത് ബിൻ ഫയലും അതുപോലെ തന്നെ പാർട്ടീഷൻ ടേബിളും ബൂട്ട് ലോഡറും പിന്നെ വീണ്ടും എൻക്രിപ്റ്റ് ചെയ്യേണ്ട കാര്യമാണ്. അപ്പോൾ ഈ ടിക്ക് ബോക്സ് നമ്മൾ അൺടിക്ക് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യും, ഈ ബിൻ ഫയൽ ഈ പ്രോസസ്സ് നടക്കില്ല. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പുതിയ ഫാക്ടറിയിൽ നിന്ന് വരുന്ന അല്ലെങ്കിൽ ന്യൂ ആയിട്ടുള്ളൊരു ESP32-നകത്ത് നമ്മുടെ കീ ഫയൽ ബേൺ ചെയ്യണം. അത് ഈ മൈ ഫ്ലാഷ് key.bin എന്ന് പറയുന്ന ഫയൽ ഫ്ലാഷാണ്. അപ്പോൾ ഇതിന് നമ്മൾ സെപ്പറേറ്റ് ഒരു ഇത് കൊടുത്തിട്ടുണ്ട്. അപ്പം ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ലോജിക്ക് നമുക്ക് ഫ്യൂസ് ബിറ്റ്സ്, അതായത് നമ്മൾ എൻക്രിപ്ഷൻ ഫ്യൂസ് ബിറ്റ്സുകൾ നമുക്ക് എന്ത് ചെയ്യണം, ഫ്ലാഷ് ചെയ്യണം. അപ്പോൾ ഈ സാധനം എന്ത് ചെയ്യണം, ഇത് എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ ഇതും കൂടെ അതിൻ്റെ കൂടെ എന്ത് ചെയ്യും, ഫ്ലാഷ് ആവും. അപ്പം ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ എന്താ പറയുന്നത്, അപ്പോൾ ഇതിനകത്ത് ആവശ്യമുള്ള എന്തൊക്കെ സാധനങ്ങൾ നമ്മൾ ചെയ്യണോ അത് മാത്രം നമുക്ക് ടിക്ക് ചെയ്തിട്ട് ഫ്ലാഷ് ചെയ്യാം. അങ്ങനെയുള്ള സെറ്റപ്പാണ് ഇപ്പോൾ അതിനകത്ത് ഇത് ചെയ്യണം. പിന്നെ ഒരു പ്രോസസ് ബാറുണ്ട്. പ്രോസസ് ബാറിൽ ഓരോന്നിൻ്റെയും എന്ത് ചെയ്യും, ഇത് കംപ്ലീറ്റ് ആയതിൻ്റെ ഇത് കാണിക്കും. പിന്നെ അതുപോലെ തന്നെ നമുക്ക് അപ്പോൾ ആ ഓരോ ഡേറ്റ നമുക്ക് അതിനകത്ത് അറിയാൻ പറ്റും. അപ്പോൾ ഇനി നമുക്ക് ഇതൊന്ന് ഇതിൻ്റെ GUI ഒന്ന് വർക്ക് ചെയ്ത് നോക്കാം. കാരണം ഇത് എത്രത്തോളം നമുക്ക് ആപ്പിൻ്റെ ഇമ്പ്രൂവ് ചെയ്യാനുണ്ടെന്നുള്ളത് റൺ ചെയ്ത് നോക്കിയാൽ അറിയാൻ പറ്റും. ഒരു കുഴപ്പമില്ല. നമുക്കിപ്പോൾ ഇതിനകത്ത് ബേൺ കീ ടിക്ക് ചെയ്യാനുള്ള ഓപ്ഷൻസും ഫ്ലാഷ് ആൾ ടുഗദർ കൊടുക്കാനുള്ളതും ഉണ്ട്, ഓപ്ഷനുണ്ട്. ഇപ്പം എൻക്രിപ്ഷൻ ഫ്രെയിംവെയർ നമുക്ക് വേണ്ട. ഈ ബേൺ കീ ഇപ്പോൾ ഒരു പ്രാവശ്യം എൻക്രിപ്റ്റ് ചെയ്ത ഫയലാണെങ്കിൽ പിന്നെ നമുക്ക് ഇതിൻ്റെ ആവശ്യമില്ല. എൻക്രിപ്റ്റ് ചെയ്തിട്ടില്ലെങ്കിൽ മാത്രം നമുക്ക് എൻക്രിപ്റ്റഡ് കൊടുത്താൽ മതി. അപ്പോൾ ഇതിൻ്റെ ഫൈനൽ ഔട്ട്പുട്ട് അവിടെ വരും. അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ. ഇനി നമ്മുടെ ഡയറക്ടറി ഇപ്പം നമ്മൾ കൊടുത്തിരിക്കുന്നത് റോങ് ആണ്. അപ്പോൾ നമുക്കിത് നമ്മുടെ ആപ്ലിക്കേഷൻ്റെ അകത്ത് തന്നെ അല്ലെങ്കിൽ ഒരു ഫോൾഡറിനകത്ത് തന്നെ ഒരു ഡയറക്ടറി നമുക്ക് അതിന് വേണ്ടിയിട്ട് ക്രിയേറ്റ് ചെയ്യണം. അപ്പോൾ അങ്ങനെ കുറേ ഇനി അതുണ്ട്. ഇപ്പോൾ എന്നിട്ട് തന്നെ എൻ്റെ GUI ഇതാണ്. ഇപ്പോൾ നമുക്ക് GUI ഒന്നുകൂടെ ഒന്ന് ഇമ്പ്രൂവ് ചെയ്യണം. ഇതിപ്പം വൈറ്റ് സ്ക്രീനും ഒരു എന്താ പറയുക വലിയൊരു നോർമലായിട്ടുള്ളത്. ഇപ്പോൾ നമുക്ക് ഇവിടെ എൻ്റെ ഡേറ്റ നമ്മൾ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യുന്ന ഇവിടെ ഡേറ്റ നമുക്ക് എന്ത് ചെയ്യാം, എന്താണ് ഇപ്പോൾ കറണ്ട് ഏതാണ് റൺ ആവണമെന്നുള്ളത് അറിയാൻ പറ്റും ഈ ഒരു പോർഷനിൽ. നിങ്ങൾക്ക് അതിൽ കാണാൻ പറ്റുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. എനിക്കിത് നല്ല ക്വാളിറ്റി ആയിട്ടാണ് എനിക്ക് കിട്ടുന്നത്. പക്ഷെ അവിടെ എനിക്കൊന്ന് സ്ക്രീൻ 2 ആയതുകൊണ്ട് അത് ഒരു പ്രശ്നമുണ്ട്. അപ്പോൾ ഇത് വർക്കിങ്ങാണ്, വേറെ പ്രോബ്ലം ഒന്നും കാണുന്നില്ല. ഇനിയിപ്പോൾ നമുക്ക് ഇതിൻ്റെ ബേൺ ചെയ്ത് നോക്കുമ്പോൾ ഇത് സക്സസ് ആണോ എന്നുള്ളത് നോക്കണം. പിന്നെ ഒരു മിസ്റ്റേക്ക് ഉണ്ട്. നമുക്ക് കോമ്പോർട്ട് സെലക്ഷനും കൂടെ ഒന്ന് കൊടുത്തിട്ടില്ല. അപ്പോൾ നമുക്ക് കോമ്പോർട്ട് നമ്മൾ ഒന്നീ ഓട്ടോ സെലക്ട് ചെയ്യുന്ന രീതിയിലാക്കണം, അല്ലെങ്കിൽ നമുക്ക് കോമ്പോർട്ട് സെലക്ഷൻ വേണം. കാരണം ചില കേസിൽ കോമ്പോർട്ട് എന്തെങ്കിലും ഇത് വന്നു കഴിഞ്ഞാൽ നമുക്ക് സെലക്ഷൻ ഓപ്ഷൻ ഇല്ലാന്നുണ്ടെങ്കിൽ അത് ബുദ്ധിമുട്ടാവും. അപ്പോൾ അതുകൊണ്ട് അത് ഇംപ്ലിമെൻറ്റ് ചെയ്യണം. അത് ചെയ്തിട്ടില്ല, അത് വിട്ടുപോയി. അപ്പം ഇവിടെ നമ്മൾ UR കൺട്രോൾസ് ഇവിടെ വന്നിട്ടുണ്ട്. അപ്പോൾ അഡീഷണലായിട്ട് നമുക്കിതിനകത്ത് ആഡ് ചെയ്തത് കോമ്പോർട്ട് സെലക്ടർ. അപ്പോൾ ഇവിടെ നമ്മുടെ പോർട്ട് സെലക്ട് പോർട്ട് ഓപ്ഷൻ നമ്മൾ ഇപ്പോൾ കൊടുത്തിട്ടുണ്ട്. കാരണം നേരത്തെ ഇതില്ലായിരുന്നു. അപ്പോൾ ഇതില്ലാത്തതുകൊണ്ട് നമുക്ക് എന്താണ്, ഇപ്പോൾ ഒരു ഡിഫാൾട്ട് പോർട്ടാണ് എടുക്കണമെങ്കിൽ വേറെ ഏതെങ്കിലും ESP32 നമ്മൾ അതിൽ കണക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനകത്തല്ലായിരിക്കും പോയി ഫ്ലാഷ് ആകുന്നത്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് കോമ്പോർട്ട് സെലക്ഷൻ മസ്റ്റാണ്. അപ്പോൾ അത് നമ്മൾ ഇംപ്ലിമെൻറ്റ് ചെയ്തത്. അപ്പോൾ ഇത്രയും ഇതിനകത്ത് കോമ ഏതാണ് നമുക്ക് പോർട്ട് സെലക്ഷനുള്ള ഓപ്ഷൻ ബേൺ കീ. ഇനിയിപ്പോൾ നമുക്ക് ഇതിനകത്ത് ഇപ്പോൾ തീം നമ്മൾ മാറ്റിയിട്ടുണ്ട്. ഇനി നമ്മൾ തീമിൻ്റെ UI നമ്മൾ ചേഞ്ച് ചെയ്തിട്ടുണ്ട്. UI നമ്മൾ ഡാർക്ക് ബ്ലൂ, നിയോൺ ബ്ലൂവിൻ്റെ തീം നമ്മൾ എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നോക്കാം ഇത് എങ്ങനെ എന്താവും എന്നുള്ളത് കമ്പനിയിൽ നോക്കാം. അപ്പോൾ ഇത് നമുക്ക് വന്നേന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ് നമ്മുടെ ആപ്ലിക്കേഷൻ.
ഫോം സെലക്ഷൻ ഉണ്ട്, നമുക്ക് ഫോം പോർട്ട് സെലക്ട് ചെയ്യാം. പക്ഷെ എന്നാലും ഒരു നമ്മൾ ഉദ്ദേശിച്ച രീതിയിൽ അങ്ങോട്ട് ഗ്രാഹ്യത്തിൽ സെറ്റായില്ല. ഒന്നും കൂടെ ഒന്ന് നമുക്ക് തെറ്റാക്കാം. ഇപ്പോഴും നമ്മൾ ചെയ്യുമ്പം ഇതിനകത്തൊരു പ്രശ്നം വന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് കണ്ടോ, ഏതാ ESP നമ്മൾ ഫ്യൂസ് ബിറ്റിൻ്റെയും നമ്മൾ ഇതിൻ്റെയൊക്കെ ഇത് കൊടുത്തപ്പോഴത്തേക്ക് ഇറ്റ്സ് നോട്ട് റെക്കഗ്നൈസ്ഡ് ഇൻറ്റേർണൽ ഓർ എക്സ്റ്റേണൽ കമാൻഡ്. അതായത് ഈ സാധനം പവർ ഷെല്ലിൽ ഓപ്പൺ ആയിട്ട് പവർ ഷെല്ലിൽ നമ്മൾ ഓൾറെഡി ഇതിനകത്ത് ESP മറ്റേ ഇതിൻ്റെ ESP IDF ഇൻസ്റ്റാൾ ചെയ്തിരിക്കണം നമ്മുടെ സിസ്റ്റത്തിൽ. എന്നിട്ട് ഇത് ഈ നമ്മുടെ ആപ്പ് എന്ത് ചെയ്യണം, പവർ ഷെല്ലിൽ ഓപ്പൺ ആയിട്ട് അതിൻ്റെ കാൾ ചെയ്തിട്ട് അതിൽ എക്സിക്യൂട്ട് ചെയ്താൽ മാത്രമേ ഇത് വർക്ക് ചെയ്യത്തുള്ളൂ. അപ്പം ഇവിടെ നമ്മളെന്താണ്, നമ്മളൊരു കാര്യം ഇതിനകത്ത് വിട്ടുപോയി. നമ്മൾ നമ്മുടെ പവർ ഷെല്ലിനെ നമ്മൾ കാൾ ചെയ്തിട്ടില്ല. നമ്മൾ അതിനകത്ത് ESP32ൻ്റെ ഈ IDFനെ ഇത് റൺ ചെയ്യാനുള്ള കാര്യങ്ങളൊന്നും അതിൽ നമ്മൾ ചെയ്തില്ല. അപ്പോഴെന്ത് പറ്റി, അപ്പോഴാണ് ഇത് എററായത്. അവിടെ നമ്മൾ ആദ്യം ചെയ്യേണ്ടുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിതിനെ കാള് ചെയ്ത് ഇപ്പം നമ്മൾ അത് കാൾ ചെയ്തിട്ടുണ്ട്. Python can't open files. C ESP components. File or directory. അടുത്തത് ESP ടൂള് ഇതിനകത്ത് ഡയറക്ടറി ഇതുണ്ട്. ഞാൻ വിചാരിക്കണത് ESP ടൂള് കസ്റ്റമായിട്ട് ചെയ്യാൻ പറ്റുമോ എന്നുള്ള കാര്യം നോക്കണം. കസ്റ്റം ഡയറക്ടറി ഉണ്ടാക്കിയിട്ട് അതിനകത്തോട്ട് ഈ സാധനത്തിനെ ആഡ് ചെയ്തിട്ട് ചെയ്യാൻ പറ്റുമോ നോക്കട്ടെ. അത് അതിനുള്ള റീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇവിടുത്തെ നമ്മുടെ പാത്താണ് ഇവിടെ പ്രശ്നമായത്. ഈ പാത്ത് കറക്റ്റല്ല. നമ്മുടെ സിസ്റ്റത്തിൻ്റെ പാത്ത് എന്ന് പറയുന്നത് വേറെ. നമുക്ക് വന്നത് പൈത്തോണിൻ്റെ ഈ ഒരു പോർഷൻ
ഇവിടെ ആണ് നമ്മളെ മിസ്റ്റേക്ക്. കാരണം അപ്പം ഇവിടെ ഇപ്പോൾ എററെല്ലാം നിലവിൽ മാറിയിട്ടുണ്ട്. ഇപ്പം നമുക്കിവിടെ എറർ ഉണ്ടായിരുന്നത് നിലവിൽ ഈ ഒരു ലൊക്കേഷനെ സംബന്ധിച്ചുള്ള കുറേ പ്രശ്നങ്ങളുണ്ടായിരുന്നു. ലൊക്കേഷൻ ചെയ്യുന്ന പ്രശ്നങ്ങളുണ്ടായിരുന്നു. പിന്നെ അതുപോലെ തന്നെ അതെല്ലാം കറക്റ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ ESP ടൂളിൻ്റെയും മറ്റേ പൈത്തോണിൻ്റെയും അതിൻ്റെ കുറേ പ്രശ്നങ്ങളുണ്ടായിരുന്നു. കാരണം അത് നേറ്റീവായിട്ടുള്ളതാണ് നമ്മൾ സെലക്ട് ചെയ്തത്, അത് പറ്റില്ല. ESP IDFൻ്റെ അതിൽ നിന്ന് വരുന്നത് റണ്ണാവണം എങ്കിൽ മാത്രമേ അത് അതിൻ്റെ കമാൻഡുകളൊക്കെ ആക്സെപ്റ്റ് ചെയ്തുള്ളൂ. അപ്പോൾ അത് അങ്ങനെ കുറച്ച് പ്രശ്നമുണ്ടായിരുന്നു. അപ്പോൾ അത് ക്ലിയർ ചെയ്തു. നമ്മൾ നേരത്തെ ഈ ഫയലുകളൊന്നും നമ്മളവിടെ ഇട്ടിട്ടില്ലായിരുന്നു. അതായത് അതിൻ്റെ ഫ്രെയിംവെയർ ജനറേറ്റ് ചെയ്ത ഫ്രെയിംവെയറുകൾ എൻക്രിപ്റ്റഡും അല്ലാത്തതായിട്ടുള്ള ഇട്ടിട്ടില്ലായിരുന്നു. ഇപ്പോൾ നമ്മൾ കോംഫോർട്ട് സെലക്ട് ആവുന്നുണ്ട്, ഫ്രീ സെലക്ട് ആയിട്ട് അത് ഈ ESP32 ആയിട്ട് കണക്റ്റ് ആവാനായിട്ട് ട്രൈ ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ കൊടുത്തിട്ടില്ല കോംഫോർട്ട്, നമ്മൾ മറ്റേ ഇത് മാത്രമേ കൊടുത്തിട്ടുള്ളൂ. അതുകൊണ്ട് മാത്രം അത് കണക്ട് ചെയ്യാൻ ശ്രമിച്ചു. അവിടെ നിന്ന് ഡേറ്റ ഫീഡ്ബാക്ക് ഒന്നും കിട്ടിയില്ല. അതുകൊണ്ട് അത് എറർ ജനറേറ്റ് ചെയ്തു. അതിപ്പോൾ പ്രോബ്ലം അല്ല, അതിപ്പോൾ വർക്കിംഗ് ആണ്. അപ്പം ഫ്രെയിംവെയർ അപ്ലോഡ് ചെയ്യാനായിട്ട് ട്രൈ ചെയ്യുന്നുണ്ട്. ഇപ്പം ഫ്യൂസ് ബിറ്റ് നമ്മൾ സെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ അതും ട്രൈ ചെയ്യുന്നുണ്ടെന്നാണ്. ഓക്കെ, അതും ട്രൈ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതും പോർട്ട് കണക്റ്റ് ആവാത്തതിനുള്ളത്. കണക്റ്റിംഗ് എന്ന് പറഞ്ഞ് ഇത് പോണത് നമ്മൾ പോർട്ട് സെലക്ട് ആയിട്ടുണ്ട്, പക്ഷേ RX-TX കമ്മ്യൂണിക്കേഷൻ കറക്റ്റ് ആവുന്നില്ല. അതിൽ നിന്നൊരു ഡാറ്റ റിസീവ് വന്നിട്ട് മാത്രമേ ഇതിൽ നിന്ന് ട്രാൻസ്മിറ്റ് ചെയ്ത് അക്സെപ്റ്റ് ചെയ്യുന്നതിൻ്റെ ഡാറ്റ തിരിച്ച് വന്നാൽ മാത്രമേ കമ്മ്യൂണിക്കേഷൻ ഇത് ചെയ്യത്തുള്ളൂ. അപ്പോൾ അത് വരാത്തതുകൊണ്ട് ഇവിടെ എന്ത് ചെയ്തു, കോംപോർട്ടുമായിട്ട് കണക്റ്റായി, പക്ഷേ ടാർഗറ്റ് ഡിവൈസുമായിട്ട് കണക്റ്റ് ആവാത്തത് കൊണ്ട് എററിലോട്ട് പോയി. അപ്പോൾ ആ ഒരു പോർഷൻ വർക്കിംഗ് ആണ്. ഇനി നമുക്ക് ഈ ഒരു ഇത് പേഡ് എൻക്രിപ്ഷൻ കീ ഇത് വർക്ക് ചെയ്യുന്നുണ്ടോ എന്ന് നോക്കണം. അതും വർക്ക് ചെയ്യുന്നുണ്ട്, അതും പെർഫെക്റ്റ് ആണ്. അപ്പോൾ ഇനി നമുക്ക് അറിയേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഫ്രെയിംവെയർ എൻക്രിപ്ഷൻ. അപ്പോൾ അത് നമ്മൾ ഓൾറെഡി ഇവിടെ ഫയലുകൾ എൻക്രിപ്റ്റ് ചെയ്തിട്ടുണ്ട്. ഞാൻ കാണിക്കാം എൻ്റെ ഒരു ഈ NC ഫയലുകളില്ലേ, ഇത് നമുക്ക് ഡിലീറ്റ് ചെയ്യാം. ഇത് എൻക്രിപ്റ്റഡ് ഫയലാണ്. അപ്പോൾ ഒരു പ്രശ്നമില്ല, നമ്മൾ കീ ഫയലിനുള്ള ലൊക്കേഷൻ കൊടുത്തിട്ടില്ല. കീ ഫയൽ ഇപ്പോൾ ഇതിനകത്ത് ആഡ് ചെയ്തിട്ടുമില്ല. ഇപ്പോൾ നമ്മൾ ഇത് മാത്രമേ ഉള്ളൂ. അപ്പോൾ അതിനകത്ത് നമുക്കൊരു കീ ഫയലിൻ്റെ ലൊക്കേഷൻ ഫോൾഡറൂടെ ക്രിയേറ്റ് ചെയ്യണം. ഇതിപ്പോൾ നമ്മുടെ ആപ്ലിക്കേഷൻ്റെ അകത്തൊരു ഫയൽ ഡയറക്ടറി ക്രിയേറ്റ് ചെയ്തിട്ടാണ് നമ്മളിപ്പോൾ ഇത് ആഡ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈ എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ കോഡിൽ നമ്മളങ്ങനെ ഒരു ഡയറക്ടറിയുടെ കാര്യം പറഞ്ഞിട്ടില്ല.
അപ്പോൾ ആ ഒരു പോർഷനും കൂടെ നമുക്ക് അതിനകത്ത് ഇംപ്ലിമെൻറ്റ് ചെയ്യണം. അത് നമുക്ക് ENC കീ എന്ന് കൊടുക്കാം. ഇനി ഇവിടെ നമ്മുടെ കീ ഫയൽ നമുക്ക് ആഡ് ചെയ്യണം. കീ ഫയൽ ആഡ് ചെയ്യണമെങ്കിൽ ആദ്യം ഇതാണ് നമ്മുടെ കീ ഫയൽ. ഈ കീ ഫയൽ, ഈ മൈ കീ ഫ്ലാഷ് എന്ന് പറയുന്ന ഫയല് ഈ എൻകീയിൽ ഇതിലുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് എൻക്രിപ്റ്റ് ചെയ്യാനും നമ്മുടെ. പിന്നെ അത് വേറൊരു പ്രശ്നമുണ്ട്. നമ്മൾ കീ ബെയിൻ ചെയ്യാൻ നോക്കിയപ്പോൾ ഈ ഫയൽ മിസ്സിങ് ആയിട്ടുള്ള എറർ വന്നിട്ടില്ല. അപ്പോൾ നമ്മൾ അതും എന്തുകൊണ്ടാണെന്നുള്ളത് ചെക്ക് ചെയ്യണം. ഇവിടെ ഇത്രയും നമ്മൾ പി ഫയൽ ആഡ് ചെയ്തു, ഒരു പുതിയ ഡയറക്ടറി ക്രിയേറ്റ് ചെയ്തു, ഇതിൻ്റെ പാത്ത് കോപ്പി ചെയ്യണം. അപ്പം അത് നമ്മൾ ലൊക്കേഷൻ കറക്റ്റ് ചെയ്തിട്ടുണ്ട്. നമ്മൾ എൻക്രിപ്ഷൻ ENC കീ എന്നുള്ളതിനകത്തുള്ള നമ്മൾ ബിൻ ഫയൽ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ പാത്തെല്ലാം നമ്മൾ കറക്റ്റ് സെറ്റ് ചെയ്തു. ഇനി നമുക്ക് ആപ്പ് റൺ ചെയ്ത് നോക്കാം. ആപ്പ് റണ്ണായിട്ടുണ്ട്. അതുപോലെ തന്നെ നമുക്ക് അതിൻ്റെ ഫയൽ ലൊക്കേഷൻ ഇതിപ്പം നമുക്ക് എൻക്രിപ്റ്റ് ചെയ്യാത്ത ഫയലാണ് ഇപ്പോൾ അതിലുള്ളത്. നമ്മളിതുകൊണ്ട് റൺ ചെയ്യുമ്പോൾ എൻക്രിപ്റ്റ് ആവുന്നുണ്ടോ എന്നുള്ളത് നോക്കണം. ഓക്കെ, അപ്പം ഫയലെല്ലാം എൻക്രിപ്റ്റായി അതിൽ വന്നിട്ടുണ്ട്. ബൂട്ട് ലോഡിനകത്ത് എൻക്രിപ്റ്റായിട്ട്. അപ്പം നമ്മൾ ആ ഒരു പോർഷൻ ഇപ്പോൾ വർക്കിംഗ് ആണ്. കറക്റ്റായിട്ട് നമുക്ക് അതിനകത്ത് കൺസോളിനകത്ത് നമുക്ക് കിട്ടുന്നുണ്ട്. ഇപ്പോൾ എല്ലാ ഫയലും നമുക്ക് 256 ബിറ്റ് കീയിൽ വെച്ചിട്ട് നമുക്ക് എൻക്രിപ്റ്റ് ആയിട്ട് കിട്ടുന്നുണ്ട്. അതായത് നമ്മുടെ ഈ എൻക്രിപ്ഷൻ കീ വെച്ച് നമുക്ക് നമ്മുടെ ഈ എൻക്രിപ്റ്റഡ് അല്ലാത്ത ബിൻ ഫയലും ബൂട്ട് ലോഡറും പാർട്ടീഷൻ ടേബിളും നമുക്ക് എൻക്രിപ്റ്റ് ആയിട്ട് ENC.bin ആയിട്ട് കിട്ടുന്നത്. അപ്പോൾ ഈ ഫയലാണ് നമ്മൾ എന്ത് ചെയ്യണത്, ഫ്ലാഷ് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇനി നമ്മൾ എൻക്രിപ്റ്റ് ചെയ്തു. ഇനി നമ്മൾ ഫ്ലാഷ് ടുഗദർ നമ്മൾ ഇത് കൊടുക്കുക. ഇതെല്ലാം കൂടെ എൻക്രിപ്റ്റ് ചെയ്ത് ഒരു പ്രാവശ്യം നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഈ ഒരു എൻക്രിപ്ഷൻ്റെ ആവശ്യമില്ല. പിന്നെ നമുക്ക് ഈ 3 ഓപ്ഷൻ മതി. അതായത് ബേൺ കീ, അതായത് ബേൺ കീ എന്ന് പറഞ്ഞ ഓപ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കതിലേക്ക് കീസ് ബേൺ ചെയ്യണം. അപ്പോൾ അതായിരിക്കും ഫസ്റ്റ് റണ്ണാവേണ്ടതാണ്. അപ്പോൾ അത് നമുക്ക് നോക്കാം ഇതിനകത്ത് ഇങ്ങനെ റണ്ണാവുന്നതെന്ന്. ഇതിനകത്ത് ഫസ്റ്റ് വന്നേക്കുന്നത് കോം പോർട്ട് ആക്സസ് പിന്നീട് കോം പോർട്ടല്ല നമ്മൾ കൊടുത്തത്, കോം 5 ആണ് നമ്മൾ കൊടുത്തത്. അപ്പോൾ അവിടെ കോം പോർട്ട് എറർ വന്നു. ഇനി നമുക്ക് നോക്കാം. ഇവിടെ കോം 3 കൊടുത്തിട്ട് ബിസി ഓടോന്ന് അവിടെ എന്തൊരു ഒരു പ്രശ്നം കാണുന്നു. ട്രാൻസ്മിറ്റിംഗ് നടക്കുന്നുണ്ട്. ഫ്യൂസ് ബേൺ ചെയ്യാൻ ശ്രമിച്ചു, അവിടെ നടന്നില്ല. ബൂട്ട് ലോഡറിൻ്റെ നോക്കുമ്പോഴും ഇവിടാണ് എന്തോ പണി കിട്ടിയത്.
അത് നമ്മൾ ഒരു പ്രാവശ്യം കറക്റ്റ് ചെയ്തതാണ്, അത് വീണ്ടും ഇപ്പം എറർ വരുന്നു. എന്നാൽ അത് ബേൺ കീക്കകത്ത് ആ കോമ്പൗണ്ട് എറർ വരുന്നുമില്ല. ബേൺ ഡെവലപ്മെൻറ്റ് ഫ്യൂസിലാണ് ഇപ്പം നിലവിൽ ഈ ഒരു പ്രശ്നം വരുന്നത്. ഇത് നമ്മൾ നേരത്തെ ചെക്ക് ചെയ്തപ്പോൾ വർക്കിംഗ് ആയിരുന്നു. അത് ഒന്നുകൂടെ നോക്കിയാലും അല്ല, അതെനിക്ക് തോന്നുന്നേ ഒന്നിച്ച് കൊടുത്തോണ്ടായിരിക്കാം. അപ്പം ഇത് കറക്റ്റ് ചെയ്യണം ഇനി അടുത്ത സ്റ്റാർട്ട്. കാരണം ഓരോന്നോരോന്നായിട്ട് ടൈം ഡിലേ വെച്ച് വേണം ഇത് ഫ്ലാഷ് ആവാൻ വേണ്ടിയിട്ട്. അതിനകത്ത് വേറൊരു കേസും കൂടെ ഉണ്ട്, റീസെറ്റ്. നമ്മൾ ഹാർഡ്വെയർ റീസെറ്റ് പ്രോപ്പറായിട്ട് കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ ഇത് ഫ്ലാഷ് ആവില്ല. അപ്പോൾ ഇതിനകത്തൊരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിൽ നിന്ന് നമ്മൾ കൊടുക്കുമ്പോൾ നമ്മുടെ ഡെവലപ്മെൻറ്റ് ബോഡിയിൽ നിന്ന് അല്ലെങ്കിൽ അതിനകത്ത് ഹാർഡ്വെയർ റീസെറ്റ് നമുക്ക് സെറ്റ് ചെയ്യണം. ഓരോ ഫ്ലാഷ് കഴിഞ്ഞിട്ടും ഹാർഡ്വെയർ റീസെറ്റ് സെറ്റ് ആയതിനു ശേഷം മാത്രമേ ഇത് എന്ത് ചെയ്യാവും, വീണ്ടും കണക്റ്റ് ആവും. ഇതിപ്പോൾ അടുപ്പിച്ചടുപ്പിച്ച് ആ പോർട്ട് ഇത് ചെയ്യുന്നതുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത്, മറ്റേ പോർട്ട് ബിസി വരുന്നത്. അപ്പം അത് നോക്കാം, അടുത്തത് നമുക്കത് ചെക്ക് ചെയ്യാം. ഇവിടെ നമ്മൾ ഇവിടെ എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവിടെ പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ എന്താ പ്രശ്നം, ഇവിടെ ഒരു പ്രോഗ്രാം അതിൻ്റെ ഒരു പ്രോസസ്സ് റൺ ചെയ്ത് കഴിഞ്ഞിട്ട് അടുത്തതിലോട്ട് പോകുന്നത് ഡിലേ ഇല്ലാതാണ്. അതായത് കോമ്പോർട്ടിൻ്റെ അവൈലബിലിറ്റി ചെക്ക് ചെയ്യാതാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. അപ്പം അത് വരുമ്പോൾ എന്നിട്ട് കോൺഫ്ലിക്റ്റ് ആവും. അതായത് ഒരെണ്ണം വർക്ക് ചെയ്ത് കഴിഞ്ഞ് പറഞ്ഞാൽ അടുത്തതിലോട്ട് പോകുമ്പോൾ മറ്റേത് അപ്പോഴത്തേക്ക് എക്സിറ്റ് ആയി കാണത്തില്ല. അപ്പോൾ ആ ഒരു പ്രോബ്ലമാണ്. അപ്പോൾ അവിടെ ഒരു ഡിലേ ഇത് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ആ ഡിലേയും അതുപോലെ തന്നെ വെയിറ്റ് ഫോർ എക്സിറ്റിനുള്ള ഒരു ഇതും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് അങ്ങനെ ഒരു കോൺഫ്ലിക്റ്റ് വരില്ല. നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഇപ്പോഴും ഉള്ള പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഡിലേ കൊടുത്തതിൻ്റെ പ്രശ്നമാണോ അതോ ആ ഒരു ഇത് കൊടുത്തതാണോ പ്രശ്നം അറിയത്തില്ല. ഇപ്പം നമ്മുടെ ഒരു പ്രോസസ്സും ഒരു റെസ്പോൺസ് ചെയ്യുന്നില്ല. എനിക്ക് തോന്നുന്നത് ഹാങ് ആയി. അപ്പോൾ അത് എന്താണെന്നുള്ളത് നമുക്ക് നോക്കാം. ഇനി അതിനകത്ത് എന്തെങ്കിലും പ്രോബ്ലംസ് വരുന്നുണ്ടോ എന്നുള്ള കാര്യത്തിനെ കുറിച്ച് ചെക്ക് ചെയ്യണം. അതിലെവിടെയോ എറർ സംഭവിച്ചു. ഒരു വാണിങ്ങും വരുന്നില്ല, ഒന്നും വരുന്നില്ല. അത് കമ്പയലാവുന്നുണ്ട്. പക്ഷേ ആപ്പ് റണ്ണ് ചെയ്യുന്നുണ്ടെന്ന് ചെയ്യുന്നുണ്ട്, പക്ഷേ അത് ഹാങ് ആയിട്ടിരിക്കുക. ഓക്കെ, നമ്മൾ കോഡ് സെറ്റായിട്ടുണ്ട്. അതായത് ഇതിൽ ഇപ്പം നമ്മൾ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നേരത്തെ ഉള്ള ഒരു ലോജിക്ക് നമ്മൾ ചേഞ്ച് ചെയ്തു. കാരണം 1 by 1 ആയിട്ട് കോഡ്
അപ്ഡേറ്റ് എക്സിക്യൂട്ട് ചെയ്യാനുള്ള അല്ലെങ്കിൽ കമാൻഡ് എക്സിക്യൂട്ട് ചെയ്യാനുള്ള ഇത് നമ്മൾ കൊടുത്തു. നമ്മൾ ചെയ്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനകത്ത് കുറച്ച് കാര്യങ്ങൾ നമ്മൾ ചേഞ്ച് ചെയ്തു. ഇവിടുത്തെ നമ്മൾ ഈ പ്രൈവറ്റ് അസിങ്ക് വോയിഡ് ബട്ടൺ റൺ ക്ലിക്ക് എന്നുള്ള ആ ഒരു ഇത് നമ്മൾ ചേഞ്ച് ചെയ്തു. അതുപോലെ ഇവിടെ അവൈറ്റ് റൺ ടു അസിങ്ക് എന്നുള്ള ആ ഒരു പോയിന്റ്, ഇത്രയും ഒരു പോയിന്റ് നമ്മളതിനകത്ത് ചേഞ്ച് ചെയ്തിട്ടുണ്ട്. ഇവിടെ ഇത് വരുമ്പോഴത്തേക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വൺ ബൈ വൺ ആയിട്ട് ആ ഒരു വെയിറ്റ് ചെയ്ത് നമുക്ക് എന്ത് ചെയ്യും, എക്സിക്യൂട്ട് ചെയ്യും. അപ്പം നമുക്ക് നേരത്തെ ചെയ്തതുപോലെ കോൺഫ്ലിക്റ്റ് വരില്ല. നേരത്തെ എന്ത് സംഭവിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാം കൂടെ പെട്ടെന്ന് പെട്ടെന്ന് വരുമ്പോഴത്തേക്ക് കോമ്പൗണ്ടിന് ബിസി ആയി പോകും. അതായത് ഒരു ഇത് കഴിയുന്നതിന് മുമ്പേ അടുത്തത് കയറി വരും, ഓവർലാപ്പ് ചെയ്ത് കയറി വരും. അപ്പോഴത്തേക്ക് എന്താ സംഭവിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിപ്പോൾ ആദ്യം എന്ത് ചെയ്യും, നമ്മളിപ്പം ആപ്പ് റൺ ചെയ്ത് കഴിഞ്ഞാൽ ആദ്യം ആപ്പ് വന്നു നമ്മൾ അത് ബിൻ ഫയലുണ്ട്. ബിൻ ഫയൽ നമ്മൾ എൻക്രിപ്റ്റ് ചെയ്യുന്നു, ബേൺ കീ കൊടുക്കുന്നു, ഡെവലപ്മെൻറ്റ് ഫ്യൂസ് ചെയ്യുന്നു. അത് കഴിഞ്ഞിട്ട് ഫ്ലാഷ് എല്ലാം കൂടെ ഒരുമിച്ച് ഫ്ലാഷ് ചെയ്യുന്നു. പോർട്ട് നമ്മൾ COM3 സെലക്ട് ചെയ്തു, റണ്ണ് കൊടുക്കുന്നു. കണ്ടോ, ആദ്യം ഇതെല്ലാം കറക്റ്റായിട്ട് എന്ത് ചെയ്യും, എക്സിക്യൂട്ട് ചെയ്തു. അപ്പം അതിനകത്ത് എന്ത് ചെയ്തു, ഫസ്റ്റുള്ള കാര്യങ്ങൾ കഴിഞ്ഞു. ഇനി അടുത്തത് എന്ത് ചെയ്യണം, ഇത് ട്രൈ ചെയ്തു, എന്ത് ചെയ്തു, നെക്സ്റ്റ് ബേൺ കീ ചെയ്യാൻ നോക്കി. അപ്പോൾ അവിടെ എന്ത് ചെയ്തു, ഫോം പോർട്ട് കണക്റ്റ് ആയില്ല. അപ്പോൾ അടുത്തത് വെയിറ്റ് ചെയ്തിട്ട് അടുത്ത സ്റ്റെപ്പിലോട്ട് പോയി, ബേൺ ഡെവലപ്മെൻറ്റ് ഫ്യൂസ് ബേൺ ചെയ്യാൻ പോയി. അത് കംപ്ലീറ്റ് ആയില്ല. അത് കുറേ നേരം വെയിറ്റ് ചെയ്തിട്ട് ട്രൈ ചെയ്യാൻ നോക്കിയിട്ട് അതെന്ത് ചെയ്തു, അപ്പോഴത്തേക്ക് ഇതിനകത്ത് റെസ്പോൺസ് കിട്ടാത്തതുകൊണ്ട് അടുത്ത ഫ്ലാഷിലോട്ട് പോകും. ഫ്ലാഷിലോട്ട് പോയിട്ട് അതും ഇതായിട്ട് വരുമ്പോഴത്തേക്ക് ഫൈനൽ അത് കംപ്ലീറ്റ് ആയി, സക്സസ്ഫുൾ ആയിട്ടില്ല. പക്ഷെ അത് കംപ്ലീറ്റ് എന്നാണ് കാണിക്കുന്നത്. അത് നമുക്ക് ചേഞ്ച് ചെയ്യാം, അത് ഞാനൊരു ലോജിക്ക് അതിനകത്ത് സെറ്റ് ചെയ്യണം. അപ്പോൾ ഇപ്പോൾ എന്താണ് ആക്ച്വലി, ഇപ്പം നമ്മളൊരു ഹാർഡ്വെയർ കൊടുത്തു കഴിഞ്ഞാൽ അത് പ്രോപ്പറായിട്ട് അതിനകത്ത് ഫ്ലാഷിങ് കാര്യങ്ങളും നടക്കും. ഇനി നമുക്ക് ചെയ്യാനുള്ളത് ഈ കറക്റ്റായിട്ടുള്ള, ഇപ്പം ഫെയിൽ ആയിട്ടുണ്ട്, അത് കറക്റ്റ് ആയിട്ടില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഈ കാണിക്കുന്ന കംപ്ലീറ്റ് സെലക്റ്റഡ് ആക്ഷൻ എന്ന് കാണിക്കുന്നത് നോട്ട് കംപ്ലീറ്റഡ് എന്നുള്ളത് കാണിക്കണം, നോട്ട് സക്സസ്ഫുൾ എന്നുള്ളത് ആ ഇത് തരണം. അത് കണക്ട് ചെയ്ത് ഫ്ലാഷ് ചെയ്താൽ മാത്രമേ എന്ത് ചെയ്യാവും, ഇതിനകത്ത് കംപ്ലീറ്റ് ഉള്ളതെന്ന് കാണിക്കാൻ പാടുള്ളൂ. അപ്പോൾ അതാണ് ഈ അടുത്ത് ചെയ്യുന്നത്. അടുത്ത കേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗ്രാഫിക്സ് ഒന്നും കൂടി ഇമ്പ്രൂവ് ചെയ്യണം. എൻ്റെ ഒരു UI ഇതിപ്പോൾ ഒരുമാതിരി മറ്റേ ഫോം എടുത്ത് വെച്ച മാതിരിയൊക്കെ ഇരിപ്പുണ്ട്. ഒരു ഫോമിൻ്റെ ഒരു സെറ്റപ്പിലൊക്കെയാണ് ഇരിക്കുന്നത്. ഞാൻ ഇങ്ങനെയല്ല ഉദ്ദേശിച്ചത്. അപ്പോൾ ഇച്ചിരിക്കും ഒരു ബ്ലാക്ക് ഇതൊക്കെ വന്നിട്ട് ഒന്നുകൂടെ ഒരു നിയോൺ ബ്ലൂ സെറ്റപ്പ് ഒന്നുകൂടെ ഡെവലപ്പ് ചെയ്യാനുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഇനിയിപ്പോൾ നമുക്ക് UIയിൽ കോൺസെൻട്രേറ്റ് ചെയ്യാം. ഇപ്പോൾ ഇതിൻ്റെ ലോജിക്കും കാര്യങ്ങളൊക്കെ ഏകദേശം ഒരു റെഡി ആയിട്ടുണ്ട്. ഇപ്പോൾ ഫങ്ഷണലാണിത്. ഇതിപ്പോഴും നമുക്ക് യൂസ് ചെയ്യാം. ഇതിപ്പം വേറെ എററോ കാര്യങ്ങളോ ഒന്നും ഇല്ലാതെ ചെറിയ ചെറിയ ലോജിക് മിസ്റ്റേക്കുകൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുപോലുള്ള കാര്യങ്ങൾ ഇതിപ്പോൾ കംപ്ലീറ്റഡ് എന്ന് കാണിക്കുന്നത്. പിന്നെ ഈ ബാറൊന്നും കൂടെ ഒന്ന് കറക്റ്റ് ചെയ്യാനുണ്ട്. അപ്പോൾ എനിക്ക് തോന്നുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻക്രിപ്റ്റ് ഫ്രെയിം വഴി ഒഴിവാക്കിയിട്ട് നമ്മൾ കൊടുക്കുകയാണെങ്കിൽ ഓരോ പ്രോസസ്സ് കഴിയുമ്പോഴും അത് ആ ഒരു കറക്റ്റ് റിയൽ ടൈം അല്ല അത് വർക്ക് ചെയ്യണം. അത് 50% ഇങ്ങനെ ആയാലും മതി. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ കമാൻഡ് സെൻഡ് ചെയ്യുന്നതനുസരിച്ചിട്ടുള്ളത് പെർസെൻറ്റേജ് കാണിക്കും. അപ്പം നമ്മൾ ഒരെണ്ണമാണ് കൊടുക്കണമെങ്കിൽ അത് കംപ്ലീറ്റ് സെലക്റ്റഡ് ആക്ഷൻ എന്നാണ്. കാരണം അത് നമ്മൾ
ഫ്ലാഷ് ആൾ ടുഗദർ കൊടുത്തു, ആ കമാൻഡ് റണ്ണായി, അതിൽ നിന്ന് കണക്ട് ചെയ്യാൻ ശ്രമിച്ചു, അതിനകത്ത് നിന്ന് ഫെയിൽഡാണ് വന്നത്. അപ്പോൾ എറർ മെസ്സേജ് ഇതിനകത്ത് വരുന്നുണ്ട്. നമ്മൾ കൊടുത്ത കമാൻഡ് സക്സസ്ഫുള്ളായിട്ട് അത് എന്ത് ചെയ്തു. അപ്പോഴത്തേക്കും സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിപ്പം ESP ഓട്ടോ ഫ്ലാഷിലാണ്. നമുക്ക് ഈ പറഞ്ഞ സാധനം നമുക്ക് കമാൻഡ് ലൈൻ വഴിയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, നമ്മൾ നോർമൽ ഫ്ലാഷ് ചെയ്യണം. ഇത് കമാൻഡ് ലൈൻ വഴി അല്ലാതെ നമ്മൾ GUI ആയിട്ട് നമുക്ക് ഓരോ സെലക്ട് ചെയ്ത് യൂസ് ചെയ്തേക്കുന്നുള്ളൊരു ആപ്ലിക്കേഷനാണ് നമ്മളിവിടെ ഡെവലപ്പ് ചെയ്ത് വെച്ചിരിക്കുന്നത്. അപ്പം നിലവിൽ ഈ സാധനമൊക്കെ വർക്ക് ചെയ്യുന്നുണ്ട്. ഇനി നമുക്ക് ഒന്നും കൂടി ഇതിനെ എന്താ പറയുക, ഒരു നല്ലൊരു ലുക്ക് ഉണ്ടാക്കിയെടുത്ത് ഒന്നും കൂടെ ഇതിന് ബഗ്ഗുകളുണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ ഒന്നുകൂടെ നോക്കി ഒന്ന് റൺ ചെയ്ത് ഇട്ട് നമുക്കിതിനെ പാക്ക് ചെയ്യാം. കാരണം നമുക്കിതിനെ സിംഗിൾ EXE ആയിട്ടോ അല്ലെങ്കിൽ നമുക്ക് ഇൻസ്റ്റാളേഷൻ ഇതായിട്ട് നമുക്ക് പാക്ക് ചെയ്യാം. പാക്ക് ചെയ്തിട്ട് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ വേറൊരു സിസ്റ്റത്തിൽ ഓൾറെഡി നമ്മൾ എന്താ പറയുക, ഇപ്പം ഇത് സെയിം വെർഷനുള്ള ESP IDF ഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷം ഇതിനകത്ത് വർക്ക് ചെയ്യുന്നുണ്ടോ എന്നുള്ളത് നോക്കണം. കാരണം ഈ സാധനം ഞാൻ വെളിയിൽ കൊടുക്കാൻ ഉദ്ദേശിച്ചല്ല ഇത് ചെയ്യുന്നത്. ഇത് എൻ്റെ പേഴ്സണൽ ആവശ്യത്തിന് വേണ്ടിയിട്ട് ഡെവലപ്പ് ചെയ്യുന്ന ടൂളാണ്. കാരണം അറിയാമല്ലോ, എൻ്റെ എൻക്രിപ്റ്റഡ് ഫ്ലാഷ് ഫയൽ ചെയ്യണമെങ്കിൽ നമ്മളത് ആ കോഡ് വെളിയിൽ പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. ഇത് നമുക്കിപ്പോൾ കമാൻഡ് അടിച്ചിട്ട് ഓരോ ESPയും ഫ്ലാഷ് ചെയ്യേണ്ട ആവശ്യമില്ല. എൻക്രിപ്റ്റ് ചെയ്തിട്ട് നമുക്ക് ഇതിനകത്ത് ആ ഫയൽ കൊണ്ടുവന്നിട്ട് നമുക്ക് കമ്പൈൽ ചെയ്തിട്ട് ജനറേറ്റ് ചെയ്ത് കിട്ടുന്ന ബിൻ ഫയൽ കൊണ്ടുവന്ന് ഇതിനകത്തിട്ടിട്ട് നമുക്ക് ഡയറക്റ്റ് ഫ്ലാഷ് ചെയ്യാം. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു ആപ്പ് പേഴ്സണൽ യൂസിന് വേണ്ടിയിട്ട് ഡെവലപ്പ് ചെയ്യുന്ന ആപ്പാണ്. അപ്പോൾ ഇനി നമുക്ക് അതിൻ്റെ ബാക്കി GUI പാർട്ടിലോട്ട് നോക്കാം. അപ്പോൾ അതിൻ്റെ ബാക്കിയുള്ള ഫങ്ഷനൊക്കെ ഓക്കെ ആയിട്ടുണ്ട്. അപ്പോൾ പോർട്ട് സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷൻ നമുക്ക് ആദ്യം ഇതില്ലായിരുന്നു. പിന്നെ നമുക്ക് അതിൻ്റെ ആവശ്യം വേണ്ടി വന്നപ്പോൾ നമ്മളത് സെറ്റാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇത്രയും പോർട്ടുകൾ ഇതിനകത്തുണ്ട്. കാരണം ഇതൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഇതാണ്. നമുക്കൊരു ഫ്ലാഷ് ടൂൾ ഉണ്ടാക്കുകയാണെങ്കിൽ നമുക്ക് അതിന് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സാധനമാണ് ഈ പോർട്ട്. പിന്നെ നമുക്കിവിടെ ഓപ്ഷൻസ് വെച്ചു. കാരണം എല്ലാം കൂടെ നമുക്ക് ഒരുമിച്ച് വന്നു കഴിഞ്ഞാൽ എപ്പോഴും നമുക്ക് അതിൻ്റെ ആവശ്യമില്ല. കാരണം ഒരു പ്രാവശ്യം ഫ്രെയിംവെയർ എൻക്രിപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ആ ഫയൽ ഇതുപോലെ ഇതിനകത്ത് കാണും. പിന്നെ നമുക്ക് അതിനെ വീണ്ടും എൻക്രിപ്റ്റ് ചെയ്യേണ്ട കാര്യമില്ല. ഒരു പ്രാവശ്യം നമ്മൾ ഒരു പുതിയ ഡിവൈസിനകത്ത് മാത്രം നമ്മൾ ഈ സാധനങ്ങൾ ചെയ്താൽ മതി. അതായത് അതായത് എൻക്രിപ്ഷൻ കീ ബേൺ ചെയ്താൽ മതി. അല്ലാതെ നമ്മൾ എപ്പോഴും ഈ കീ ബേൺ ചെയ്യേണ്ട കാര്യമില്ല. ഒരു പ്രാവശ്യം ബേൺ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഈ ഒരു കമാൻഡ് മാത്രം യൂസ് ചെയ്താൽ മതി. അതായത് അതിൻ്റെ ബൂട്ട് ഫയലും പാർട്ടീഷൻ ടേബിളിൻ്റെ എൻക്രിപ്റ്റഡ് ഫയലും ബൂട്ട് ഫയലായിട്ടുള്ള അതിൻ്റെ ഫയലും പിന്നെ അതുപോലെ തന്നെ നമ്മുടെ മെയിൻ ഫ്ലാഷ് എൻക്രിപ്റ്റഡ് ഫയലും ഇത്രയും കൂടെ നമുക്ക് ഒരുമിച്ച് ഫ്ലാഷ് ചെയ്യണം. അപ്പോൾ അതാണ് ഇവിടുത്തെ ഈ ടിക്ക് ബോക്സിൽ നമ്മൾ ചെയ്യുമ്പോൾ ആ കമാൻഡ് ആയിരിക്കും എക്സിക്യൂട്ട് ചെയ്യണം. ഇതിനകത്തൊരു ഞാനിത് ഫുൾ ഓട്ടോ ആയിട്ട് നമുക്ക് വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഹാർഡ്വെയറിൽ നിന്ന് നമ്മൾ സോഫ്റ്റ്വെയറിൽ നിന്ന് റീസെറ്റിൻ്റെ ഒരു ട്രിഗറും കൂടെ കൊടുക്കണം. എങ്കിൽ മാത്രമേ ഇത് എന്ത് ചെയ്യൂ, തന്നെ നമുക്ക് ഫ്ലാഷ് ചെയ്യാൻ പറ്റും. റീസെറ്റും ബൂട്ടും. അപ്പോൾ ആ റീസെറ്റും ബൂട്ടും കൂടെ നമ്മൾ എന്ത് ചെയ്യണം, ഇതിൻ്റെ നമ്മൾ ഏത് കോമ്പോഡ് USB to RS-232 കൺവേർട്ടറോ അല്ലെങ്കിൽ ഇതിന് നമ്മൾ കൊടുക്കുമ്പം അതിനകത്ത് നമ്മളതിൻ്റെ റീസെറ്റിൻ്റെ പിന്നും അതുപോലെ തന്നെ അതിൻ്റെ ബൂട്ട് എനേബിൾ ചെയ്യാനുള്ള ഇതും ട്രിഗറും നമ്മളതിൽ നിന്ന് കൊടുക്കണം. അല്ലാന്നുണ്ടെങ്കിൽ എന്ത് സംഭവിക്കും, ഇത് നമ്മൾ മാനുവലായിട്ട് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ഇതുപോലെ ഒന്ന് കണക്റ്റിംഗ് എന്ന് പറഞ്ഞ് കാണിച്ച് അതങ്ങ് എന്ത് ചെയ്യും, എററിലോട്ട് പോകും. അപ്പോൾ അത് കൊടുത്താലേ നമുക്കിത് ഓട്ടോ ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഓട്ടോമാറ്റിക്കായിട്ട് ഒരൊറ്റ ക്ലിക്കിൽ നമുക്ക് 1 ക്ലിക്കിൽ നമുക്ക് ഫ്ലാഷ് ചെയ്യാൻ പറ്റും. അപ്പോൾ അതാണ് ESPയുടെ നമ്മൾ ഇതൊക്കെ നമുക്ക് ഇതിനകത്ത് ചെയ്യാൻ പറ്റും. ഏതാണ് നമ്മുടെ ഇപ്പം ഒരു കസ്റ്റമൈസ് ബോർഡ് ആകുമ്പോൾ നമ്മളതിനകത്ത് അഡീഷണൽ നമ്മൾ എന്ത് ചെയ്യണം, കൊടുക്കേണ്ടി വരും. അല്ലെങ്കിൽ നമ്മുടെ ESP32ൻ്റെ ഡെവലപ്മെൻറ്റ് ബോർഡൊക്കെ നമുക്ക് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഡയറക്റ്റ് ചെയ്യാൻ പറ്റും. കാരണം അതിൽ ഓൾറെഡി നമുക്ക് അതിനകത്ത് തന്നെയാണ് ചിപ്പ് വരുന്നത്, എക്സ്റ്റേണൽ നമ്മൾ വെച്ചിട്ടല്ല. അപ്പോൾ അതിൽ തന്നെ ഓൾറെഡി സോഫ്റ്റ്വെയർ റീസെറ്റും കാര്യങ്ങളും സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇതിനകത്ത് ഫ്ലാഷ് കൊടുക്കുമ്പോൾ തന്നെ അത് കണക്റ്റ് ആകുമ്പോൾ തന്നെ അത് എന്ത് ചെയ്യും, നമ്മൾ മാനുവലായിട്ട് പ്രസ് ചെയ്യേണ്ട കാര്യമില്ല, അത് സോഫ്റ്റ്വെയറിൽ നിന്ന് തന്നെ റീസെറ്റ് ചെയ്ത് എടുത്തോളും. ആ ഒരു കമാൻഡും കൂടെ, ആ ഒരു ഇതും കൂടെ സോഫ്റ്റ്വെയർ റീസെറ്റിൻ്റെ ഒരു ട്രിഗർ കൂടെ നമ്മൾ ഇതിൽ കൊടുക്കണം. അല്ലെങ്കിൽ എന്ത് സംഭവിക്കും, നമ്മൾ മാനുവലായിട്ട് ചെയ്യേണ്ടി വരും. അതാണ് അതിനകത്തൊരു ഫേസ് ചെയ്യുന്നതിന് മെയിനായിട്ടുള്ളൊരു പ്രശ്നം. അതുകൊണ്ട് നമുക്ക് ഓവർകം സെറ്റാക്കി എടുത്തു കഴിഞ്ഞാൽ ഇത് നമുക്ക് ഓട്ടോമാറ്റഡായിട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മൾ ഹാർഡ്വെയർ ഡിസൈൻ ചെയ്യുമ്പോൾ അതിലും ഇതേപോലെ എന്ത് ചെയ്യണം, റീസെറ്റും
നമ്മുടെ ബൂട്ടിൻ്റെ പിന്നും നമ്മൾ എന്ത് ചെയ്യണം, ഈ നമ്മുടെ ബോർഡിനകത്ത് TTL കൺവെർട്ടറിനകത്ത് നമ്മൾ എന്ത് ചെയ്യണം, കണക്ട് ചെയ്തിരിക്കണം. RXും TXും ഗ്രൗണ്ടും മാത്രം പോരാ, ഈ പറഞ്ഞ 2 പിന്നും കൂടെ ഉണ്ടെങ്കിൽ മാത്രമേ ഇതെന്ത് ചെയ്യും, നമുക്ക് ഓട്ടോമാറ്റിക്കായിട്ട് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ അതെന്ത് ചെയ്യും, ഫാസ്റ്റായിട്ട് നമുക്ക് പെട്ടെന്ന് ഫ്ലാഷ് ചെയ്ത് മാറാൻ പറ്റും. അങ്ങനെ അവസാനം ഒരുപാട് കഷ്ടപ്പാടുകൾക്ക് ശേഷം നമ്മൾ അതിൻ്റെ UI ഈ പരുവത്തിലാക്കി എടുത്തിട്ടുണ്ട്. ഇതാണ് അതിൻ്റെ UI. നമുക്കൊന്ന് റൺ ചെയ്ത് നോക്കാം. അതിനുള്ള കോഡിലൊക്കെ നമ്മൾ ഒരുപാട് ചേഞ്ചസ് വരുത്തിയിട്ടുണ്ട്. നമ്മൾ നേരത്തെ സ്പ്ലിറ്റ് ചെയ്തു. നേരത്തെ നമ്മളിവിടെ UI ഇതിലായിരുന്നു, CS ഫയലിലായിരുന്നു നമ്മൾ ചെയ്തിരുന്നത്. അത് നമ്മളിപ്പോൾ സെപ്പറേറ്റ് ആക്കി. മെയിൻ വിൻഡോയ്ക്ക് സെപ്പറേറ്റും പിന്നെ ഫങ്ഷണൽ തീമിന് സെപ്പറേറ്റും നമ്മൾ ക്രിയേറ്റ് ചെയ്തു. പിന്നെ AppXMLനകത്ത് നമ്മൾ തീമിൻ്റെ ഫോൾഡർ ആഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ അഡീഷണൽ നമ്മൾ ബാക്ക്ഗ്രൗണ്ട് ഇമേജ് നമ്മളിതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അപ്പം നമുക്കതൊന്ന് റൺ ചെയ്യുന്നുണ്ട്. അപ്പം അതുകൊണ്ടാണ് നമുക്ക് ഈ ലുക്ക് കിട്ടിയത്. അതിനകത്ത് എൻക്രിപ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ ഫയൽ എൻക്രിപ്റ്റായി. കോമ്പോർട്ട് സെലക്ട് ചെയ്ത് കൊടുത്തു. അപ്പോൾ നമ്മൾ എല്ലാം കൂടെ കൊടുത്തു. അത് ഫുള്ളായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. നമുക്ക് എറർ മെസ്സേജും കറക്റ്റായിട്ട് വരുന്നുണ്ട്. നമുക്ക് പിന്നീട് ESP32 കണക്റ്റ് ചെയ്ത് നമുക്ക് ഒന്ന് നോക്കണം. പക്ഷെ അതിനുള്ള പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്ത് ഇപ്പം ഫ്ലാഷ് ചെയ്ത് കൊള്ളാം. അത് പിന്നെ എൻക്രിപ്റ്റഡ് ഫ്രെയിംവെയർ മാത്രമേ എടുക്കത്തുള്ളൂ. അതാണ് അതിനകത്തൊരു പ്രശ്നം. അപ്പോൾ നമ്മളത് ആ കോമ്പോർട്ടിൻ്റെ ഒരു സെലക്ഷൻ്റെ ഇവിടെ ഒരു ഇച്ചിരി ഇഷ്യൂസ് ഉണ്ടായിരുന്നു. അപ്പോൾ അത് ക്ലിയർ ചെയ്തിട്ടുണ്ട്. കാരണം കോമ്പോർട്ട് നമുക്ക് നേരത്തെ വൈറ്റ് ആയിരുന്നു ഫുള്ള്. അപ്പോൾ നമുക്ക് ഭയങ്കര കണ്ണിന് കാണാൻ പറ്റില്ല. ഭയങ്കര കാണാൻ പറ്റുമെന്ന് വെച്ചാൽ കാണാൻ പറ്റും, പക്ഷെ ഭയങ്കര ഒരു എന്താ പറയുക ഒരു പ്രോബ്ലം ആയിരുന്നു. അപ്പോൾ അത് ക്ലിയർ ചെയ്തിട്ടുണ്ട്. ഇതാണ് അതിൻ്റെ ഇപ്പോഴത്തെ കറണ്ട് സെറ്റപ്പ്. അപ്പോൾ ഇത് എന്തായാലും നമുക്ക് അത്യാവശ്യം നല്ല ബെറ്ററായിട്ടുള്ളൊരു ഇത് കിട്ടിയിട്ടുണ്ട്. ഇനി കൂടുതൽ ഇതിനകത്ത് നമ്മൾ ചെയ്യുന്നില്ല. നമുക്കിനി ഫൈനലായിട്ട് എറർ എന്തെങ്കിലും ഉണ്ടോ എന്നുള്ളത് നോക്കിയിട്ട് ഫൈനലായിട്ട് നമുക്കിത് കമ്പൈൽ ചെയ്ത് ഔട്ട്പുട്ട് exe ആയിട്ട് എടുത്തിട്ട് നമുക്കത് ഇൻസ്റ്റാളേഷൻ ഫയലായിട്ട് കൺവേർട്ട് ചെയ്യാം.
എറേഴ്സ് ഒന്നും കാണുന്നില്ല, 0 എറേഴ്സാണ്. പക്ഷെ നോ ഇഷ്യൂ ഫൗണ്ട്. കളർ ഇവിടത്തൊരു കോംബോക്സ് ടോഗിൾ ബട്ടൺ. വർക്കിംഗ് നോക്കുക, അങ്ങനെ ചില പുള്ളി പണി കിട്ടാൻ ചാൻസ് ഉണ്ട്. ഇതൊരു പ്രോബ്ലം ഉണ്ട്. നമ്മൾ ഏതെങ്കിലും ഒരെണ്ണം സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ അത് 100% പോണില്ല, 50 നിൽക്കണം. ഇതിനൊരു കാര്യമുണ്ട്, ഇത് കംപ്ലീറ്റ് ആയിട്ടില്ല. നമുക്കിതിൻ്റെ ആപ്പായിട്ട് കൺവേർട്ട് ചെയ്യാം. ഇത് വർക്കിംഗ് ചെയ്യാണ്. ഇപ്പം ഇന്ന് നമ്മൾ വിചാരിച്ച മാതിരി ഇന്ന് വർക്ക് ചെയ്യുന്നുണ്ട്. അതിൻ്റെ ഗ്രാഫിക്സും ബെറ്റർ ആയിട്ടുണ്ട്. നമുക്കിത് ഇൻസ്റ്റാളർ ഫയലാക്കി, ഇതാണ് നമ്മുടെ ആപ്പിൻ്റെ ഡയറക്ടറി. ഇത് നമുക്ക് ഇൻസ്റ്റലേഷനായിട്ടുള്ളത് കൺവേർട്ട് ചെയ്യാം. ഡയറക്ടർ നമുക്ക് സെലക്ട് ചെയ്തെടുക്കാം.
ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡയറക്ടറി എന്ന് പറഞ്ഞ ഇതാണ്. അത് നമ്മളെ പോയി നമ്മളതിൻ്റെ ഇൻസ്റ്റാളറിൻ്റെ സെലക്ട് ചെയ്യണം. നമുക്ക് വരുന്ന വെർഷൻ നമ്മൾ 1.000 കൊടുത്തേക്കുന്നത്. ഞാൻ ഗെറ്റ് ഫ്രം EXE കൊടുക്കാം. അത് അതിനകത്ത് തന്നെ ഫ്ലക്ച്വേഷൻ കൊടുക്കും. പ്രോഡക്റ്റ് എഡിഷനാണ്. Attracts me like a magnet. Your cunning traps me like a cage. And just for once I wish we'd stop and smell the roses instead of dreaming of things we miss. Elysian fields could be right under our noses, and rapture at our fingertips. നമ്മുടെ ആപ്പ് റെഡിയായിട്ടുണ്ട്. ഐക്കൺ ചെറിയ ഐക്കണാണ്. അപ്പോൾ അത് വേണമെങ്കിൽ നമുക്ക് വലുത് എടുക്കാം. നമ്മൾ ഇൻസ്റ്റലേഷൻ സെറ്റപ്പ് ഫയൽ നമുക്ക് ഇൻസ്റ്റലേഷൻ ചെയ്ത് നോക്കാം. ഓൾറെഡി അത് ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് റിമൂവ് ചെയ്യാനാണ് ചോദിക്കുന്നത്. ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റും. അപ്പോൾ അത് ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞു. ഇത് 32 ബിറ്റിൻ്റെ ഫോൾഡറിനകത്തായിരിക്കും ഇത് സേവ് ആവുന്നത്. ഷോർട്ട് കട്ട് ക്രിയേറ്റ് ആവും.